ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവ്. അച്ഛൻ്റെ സ്പെഷ്യൽ പുലാവ്. നമുക്ക് റേഷൻ പൊടിന്ന് നല്ല അരി കിട്ടും, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകും. ഇതാണ് റേഷൻ പൊടിയിൽ നിന്ന് കിട്ടിയ പച്ചരി. ഇന്നെല്ലാം ചോറ് വെച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ച് പുലാവ് ഉണ്ടാക്കി നോക്കാം. നല്ല നെച്ചോറിൻ്റെ അരി തന്നെ ഉണ്ട്, മണവും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല അരി. അപ്പോൾ നമ്മളിന്ന് പുലാവ് ഉണ്ടാക്കി നോക്കുന്നു. ഓക്കെ, നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ല ചിക്കൻ കറി ആക്കിയിട്ടുണ്ട്, ചിക്കൻ ക്യാപ്സിക്കം. അപ്പോൾ അതിനിടാനായിട്ട് കുറച്ച് കരിവേപ്പില വേണം. ഇതിപ്പം ഫ്രഷ് കരിവേപ്പില നമ്മളെ വെല്ലിമ്മേൻ്റെ വീടിൻ്റെ ബാക്കിലുണ്ട്, പാർന്ന് പൊറിക്കാമെന്ന് വെച്ച്. വെല്ലിമ്മേടി ഇല്ല, അത് ധൈര്യത്തിൽ പറിക്കാമല്ലോ നമുക്ക്, അല്ലെങ്കിൽ പറിക്കെല്ലാം ചെയ്യാം. ഇത് നമ്മൾ ചിക്കൻ കറിക്കിടാൻ പുലാവിന് ആവശ്യമായിട്ടുള്ളത് പട്ട, ഏലക്കായി, ബേ ലീഫ്, സാദാ ജീരകം, ഗ്രാമ്പു, പെരുംജീരകം, പിന്നെ മറ്റേ പൂവും കൂടി ഉണ്ടെങ്കിൽ ഇടായിട്ട് അതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പറങ്കി, പച്ചമുളക് ചതച്ചത്, പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ഉള്ളി ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റാനായിട്ട്. ആദ്യം നമ്മൾ പാത്രം വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കുക. കറിവേപ്പില, നമ്മളെ മസാല, അക്ക മസാല അല്ലെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പും നാരങ്ങ നീരും, നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കറി ആഡ് ചെയ്യുക. ഇനി നമ്മൾ അടച്ചു വെക്കുക. പുലാവ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനിയൊന്ന് ഓഫാക്കിയിട്ട് അടച്ചു വെക്കാം. ഇതാണൊരു ചെറിയ സാലഡ് പുലാവിന് കഴിക്കാൻ. ഉള്ളി, ക്യാരറ്റ്, പച്ചമുളകും മല്ലിയരി, അതിലേക്ക് ഉപ്പും നാരങ്ങാനീരും കുറച്ച് പഞ്ചസാരയും. അപ്പം നമുക്ക് പുലാവും പപ്പടും ചിക്കൻ ക്യാപ്സിക്കും സലാഡും വെച്ച് നോക്കിയാലോ. ഇതുണ്ട് പുലാവും ചിക്കൻ കറിയും ഷോസ് കഴിയും. അപ്പം എന്നാൽ ശരി, മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ.